ഹായ്, ക്യാൻവയിൽ നമ്മുടെ ഫോട്ടോസിനൊക്കെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയണമെന്നില്ലേ? അറിയണമെന്നുണ്ട്, നമുക്ക് ഒരുപാട് ആവശ്യമായിട്ട് വരുന്ന കാര്യമാണ്. അതെങ്ങനെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. നമ്മൾ ക്യാൻവയിൽ ചെല്ലുക. ക്യാൻവയിൽ ആദ്യം ചെല്ലുമ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും കാണുക. അതിൽ നമ്മൾ പ്രോജക്റ്റിലേക്ക് പോവുക കേട്ടോ. പ്രോജക്റ്റിലേക്ക് പോകുമ്പോൾ വേണ്ട ഇവിടെ ഇമേജ് എന്നൊരു ഓപ്ഷൻ വരുന്നത് കാണാം. അപ്പൊ ഇമേജിൽ നമുക്ക് ഏത് ഇമേജ് ആണോ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യേണ്ടത് ആ ഇമേജ് എടുക്കുക. വേണ്ടേ, ഇതാണ് ഞാനിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്ന ഇമേജ്. ഇത് കണ്ടോ, ഇത് എന്റെ ഒരു ഫോട്ടോ ആണ്. ശരിക്കും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിരിക്കുന്നത് കുറെ തെങ്ങൊക്കെയാണ്. കണ്ടോ, തെങ്ങൊക്കെ നിൽക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ ആണ് കേട്ടോ. അപ്പൊ ഈ ഫോട്ടോ എവിടെയെങ്കിലും ഒക്കെ കൊണ്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് തീരെ ഇഷ്ടമല്ല. കാര്യം അലുക്കുലം തന്നെ കിടപ്പുണ്ട്. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് എനിക്ക് എടുക്കണം. എങ്ങനെയാണ് ഞാൻ എടുക്കാൻ പറ്റുക? വളരെ സിമ്പിൾ ആണ്. നേരെ തേണ്ടേ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഇവിടെ നിന്ന് നേരെ നമ്മുടെ എഫക്ട്സില് മാജിക് സ്റ്റുഡിയോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ BG റിമൂവർ കണ്ടോ, BG റിമൂവർ ക്ലിക്ക് ചെയ്യുക. വെറുതെ ഒരു മിനിറ്റ് നോക്കിക്കൊണ്ടിരിക്കുക. ഒരു മിനിറ്റ് അല്ല, ഒരു സെക്കൻഡ് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മാറി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി എന്ത് ചെയ്യണം? നമ്മളൊന്ന് സേവ് ചെയ്യാം. ഈ ഒരു ഫോട്ടോ നമ്മൾ സേവ് ചെയ്യുക. ക്യാൻവയിൽ തന്നെ നമുക്ക് സേവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് എടുക്കുകയും ചെയ്യാം. ഇനി ഈ വേറൊരു ഫോട്ടോ കൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നോക്കുക, ഞാൻ ഈ ഫോട്ടോ എടുത്തോട്ടോ. ഇതെനിക്ക് ഇഷ്ടം. ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട പ്ലാറ്റ്ഫോമിലേക്ക് ഇത് വന്ന് കിട്ടുന്നുണ്ടാവും. ഇവിടുന്ന് ഇതിലേക്ക് എടുക്കുക. കണ്ടോ, ഫോട്ടോ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ ഫേസ്ബുക്കിന് പറ്റിയ രീതിയിൽ ഞാൻ സൈസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. സൈസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇത് എന്റെ വീടിന്റെ മുകളിൽ നിന്ന് എടുത്തിരിക്കുന്ന ഫോട്ടോ ആണ്. എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറെ പോർഷൻസ് ഒക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ മാറ്റിയിട്ട് എനിക്ക് ഇത് ഫോട്ടോ മാത്രമായിട്ട് വേണം. അപ്പൊ ഞാൻ നേരെ എന്താ ചെയ്യേണ്ടത്? ഇതാണ്ടേ എഡിറ്റ് ഇമേജ്, നേരെ പോവുക, BG റിമൂവർ കൊടുക്കുക. ഓൾറെഡി ഇത് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പിക്കാണ്. അപ്പൊ നേരെ പോയിട്ട് BG റിമൂവർ കൊടുക്കുക. എഫക്ട്സിലാണ് ഈ BG റിമൂവർ വരുന്നത്. കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെനിക്ക് സേവ് ചെയ്യാം. ഇനി ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം, സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം, എന്ത് തന്നെയായിരുന്നാലും ചെയ്യാം. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ വേറൊരു ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പോസ്റ്ററിലോ കാര്യങ്ങളിലോ ഈ ഫോട്ടോ വയ്ക്കുമ്പോൾ ഇതിനനുസരിച്ച് ഈ ഫോട്ടോ കിട്ടുന്നുണ്ടാവും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഡൗൺലോഡ് ചെയ്ത് നോക്കാം അല്ലെ. നമ്മളിപ്പോ പ്രോജക്റ്റ് ഏതെങ്കിലും ഒരു പ്രോജക്റ്റിലേക്ക് നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്ത സംഭവം നമുക്ക് അപ്ലോഡ്സിൽ പോവുക. നമ്മൾ റിമൂവ് ചെയ്ത ഫോട്ടോ എടുക്കുക. വേണ്ടേ, ഫോട്ടോ ഇവിടെ വന്നു കഴിഞ്ഞു. ഫോട്ടോ നേരെ കണ്ടോ, ആ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ച് ട്രാൻസ്പെറന്റ് ആയിട്ട് അത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഏത് ബാക്ക്ഗ്രൗണ്ടിലാണോ അത് വെച്ചേക്കുന്നത് അതിനനുസരിച്ച് ആ ഫോട്ടോ നമുക്ക് വലുതാക്കിയും ചെറുതാക്കിയും ഒക്കെ എടുക്കാൻ പറ്റും. കണ്ടോ, ഇനി ഇതിന്റെ കളർ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പൊ ആ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ച് നമ്മുടെ ഫോട്ടോയ്ക്കും അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ മാറ്റിയിട്ട് ബ്ലാക്ക് ആക്കുകയാണ്. കണ്ടോ, നമ്മുടെ ഫോട്ടോയുടെ ആ ഒരു അപ്പിയറൻസ് മാറിയത് കണ്ടോ. ഇനി യെല്ലോ ആക്കുകയാണ്. കണ്ടോ, റെഡ് ആക്കുകയാണ്. കണ്ടോ, ഈ ഒരു കളർ ആക്കുകയാണ്. കണ്ടോ, അപ്പൊ ട്രാൻസ്പെറന്റ് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ക്ലിയർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മുടെ ഫോട്ടോ ഏത് പ്ലാറ്റ്ഫോമിലും ഏത് ഡിസൈനിലും ഇതുപോലെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അടിപൊളിയായിട്ട് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇത്രയും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ ക്യാൻവ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. അതെല്ലാം നിങ്ങളെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോന്നുണ്ടെങ്കിൽ നമുക്ക് വീക്ക്ലി മീറ്റിംഗിൽ നിങ്ങൾക്ക് അത് ചോദിക്കാവുന്നതാണ്. അത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.